ഹലോ ഹാഡിയേഴ്സ്, അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ. പഴയ പോലെ മടികളൊക്കെ വരുന്നുണ്ട്. വീഡിയോ എടുക്കാനാണെങ്കിലും എഡിറ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ മടി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എന്നറിയാം. അതാണ് വീഡിയോ കുറച്ച് ഡിലേ ആയത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ജോലി ചെയ്യാൻ പോകുമ്പോൾ ഗ്ലൗസ് മസ്റ്റാണെന്ന് അറിയാമല്ലോ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ് കേട്ടോ ഗ്ലൗസ് ഇടുന്ന ഒരു പുതിയ രീതി. ഇതാ ഗ്ലൗസ് ഇങ്ങനെ എന്താ ചുരുണ്ട് കൂടി കിടക്കുന്ന കാരണം കൊണ്ടാണ്. നിവർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പെട്ടെന്ന് ഗ്ലൗസ് ഇടാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ തള്ളവിരൽ ആദ്യമായിട്ട് ഗ്ലൗസിൻ്റെ ഈ വിരൽ ഇട്ട് കൊടുത്തിട്ട് ബാക്കി വിരലൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഗ്ലൗസ് ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ കൈപ്പത്തിരി ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ കൈപ്പത്തിരി ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാൻ കാര്യം, എന്നാലും ഞാൻ ചെറുതായിട്ട് പറയാം. നമ്മൾ വെള്ളം വെച്ച് അതിലേക്ക് ഉപ്പിട്ട് ചെറിയ ജീരകം ഒന്ന് ഇടിച്ച് ചതച്ച്, പിന്നെ ചെറിയുള്ളി, പിന്നെ നമ്മൾ തേങ്ങ ചിരവാനും മടിയില്ലാന്നുണ്ടെങ്കിൽ കുറേ അധികം തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. ഞാൻ അത്യാവശ്യം തേങ്ങ ഇട്ടിട്ടുണ്ട്. മടിയൊക്കെ മാറ്റി വെച്ച് ചിരവ നന്നായിട്ട് തേങ്ങ നന്നായിട്ട് ചിരവിട്ടിട്ടുണ്ട്. പിന്നെ ഇത് തിളക്കുമ്പോൾ നമ്മൾ പൊടി എടുത്തിടാം. ഇതിന് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം അങ്ങനത്തെ കണക്കൊന്നും നോക്കിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് ഇട്ടു. അത് ഇങ്ങോട്ട് ടൈറ്റായി വരുന്ന വരെ പൊടി ഇട്ടിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇളക്കി എടുത്തു. അപ്പോൾ നമ്മൾ മാവ് ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾ മാവിൻ്റെ ചൂട് ഏകദേശം ആറിയ ശേഷം നമ്മൾ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കണത് കേട്ടോ. ഫുഡ് പ്രോസസ്സർ ഭയങ്കര സംഭവമാണ്. ഇതിൻ്റെ റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് ഇതിനകത്ത് കുറേ കൂട്ടുകാർ പറയുന്നുണ്ട്. ഞാൻ റിവ്യൂ നമ്മൾ ഓരോ വീഡിയോയിൽ അതിങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, ഇതിൽ പരം വലിയ റിവ്യൂ എന്താ അല്ലേ. ഇനി ഞാൻ വേറെ വിഷയം പറഞ്ഞു തരാം കേട്ടോ. ഞാൻ കുറേ ദിവസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്, അത് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഞാനും സായിക്കുട്ടിയും കൂടിയിട്ട് പുറത്തേക്ക് പോയ ഒരു ദിവസത്തിൻ്റെ വിശേഷങ്ങളാണ്. എങ്ങനെ നടന്നു എന്ന് എനിക്ക് സന്തോഷം ഉണ്ടോ കാര്യം പറയട്ടെ. നമ്മൾ സ്ഥലത്തേക്ക് പോകും, ഞാൻ പറഞ്ഞിരുന്നില്ല. ഒരു ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ചിട്ട് വേഗം വാ. ആണോ? എന്നാൽ ഡ്രസ്സ് മാറ്റി വേഗം വായോ. പറയൊന്നുമില്ല, നീ പോയിട്ട് വാ. അത് നമ്മുടെ സായ്മ വന്നിട്ടുണ്ട്. എങ്ങോട്ടാ പോകുന്ന ഐഡിയ ഉണ്ടോ? നടക്കുക, നമുക്ക് കാണിച്ചാൽ എങ്ങോട്ടാ പോകുന്നത്. നടക്ക്. ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് ഇവിടെ ടീ ടൈം പറഞ്ഞൊരു കോഫി ഷോപ്പില്ലേ പെരിന്തൽമണ്ണക്കാർക്കും കരയക്കാരും. ഒരു ബസ്, ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ പോലെ അങ്ങനെ ചെയ്തിട്ട് ഒരു കോഫി ഷോപ്പ് ഉണ്ട്. അവിടേക്ക് സായിക്കുട്ടി പണ്ടെങ്ങാണ്ട് ഞങ്ങൾ ഈ വഴി പാസ് ചെയ്തിരുന്ന സമയത്ത് എനിക്കിതാ ഈ ഒരു കോഫി ഷോപ്പിലേക്ക് പോകണം അവൻ അന്ന് പറഞ്ഞിരുന്നതായിരുന്നു കേട്ടോ. ഒരു 1-2-2.5 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം പറയുമ്പോൾ ഓക്കെ ഈ പൈസ കിട്ടുമ്പോൾ ഞാൻ എന്നെ കൊണ്ടുപോകാം, ആ പൈസ കിട്ടുമ്പോൾ എന്നെ ഞാൻ കൊണ്ടുപോകാം. അപ്പോൾ പല കാരണത്താലും നമുക്ക് ആ പൈസ വേറെ പല കാര്യത്തിനും ഉപയോഗിക്കേണ്ടി വരും. എനിക്ക് വേണ്ട എന്തും പറഞ്ഞോ, എന്തും പറഞ്ഞോ. നമുക്ക് ലോട്ടറി അടിച്ചതൊന്നുമല്ല, അതല്ലേ ചോദിക്കാൻ പറ്റേ. ഇന്ന് ഇന്നുമോള് പട്ടാമ്പിക്ക് പോയ ദിവസമായിരുന്നു. അത് കാരണം ഇപ്പോൾ സായിക്കുട്ടിക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ടീ ടൈമിലേക്ക് ഇങ്ങനെ കോഫി കുടിക്കാൻ വന്നിരിക്കണത്. എന്നിട്ട് അവനടുത്ത് ഞാൻ ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അവനെ നമുക്ക് ലോട്ടറി അടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് അവന് തന്നെ ഭയങ്കര വണ്ടർ അടിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഞങ്ങൾ ബബിൾ ടീ ഒക്കെ ഞാൻ ആദ്യമായിട്ട് കുടിക്കുകയാണ്. എന്താണ് ഈ ബബിൾ ടീ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് വാങ്ങിച്ചത് തരുന്നു. പക്ഷേ ബബിൾ ടീ എന്താ, ഞാൻ ഓർഡർ ചെയ്ത പ്രശ്നം കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കര അടിപൊളി സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഷെഫ് മോന് പറഞ്ഞിരുന്നു ഇവിടുത്തെ ഒരു ചായയാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സംഗതി. ഞാൻ ഓർഡർ ചെയ്തിരുന്ന ഫുഡൊക്കെ എനിക്കെന്തോ ഭയങ്കര ഒരു സുഖമായിട്ട് തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് ടീ ടൈമിലേക്ക് പോയതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. പക്ഷെ അവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ്. അത് ഭയങ്കര സംഭവം പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഒരു 950 രൂപ ബില്ലും കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. സായിക്കുട്ടി പറഞ്ഞു പിന്നെ എന്തിനാ അമ്മ ഇത്രയും പൈസ ചിലവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവനക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ ആൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം അവൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഈ ഒരു കോഫി ഷോപ്പിലേക്ക് വരണം എന്നുള്ള കേട്ടോ. അത് സാധിച്ചു കൊടുക്കാൻ പറ്റിയതിൽ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ടീ ടൈമിൽ നിന്ന് നമുക്ക് നേരെ നമ്മൾ കിച്ചണിക്ക് തിരിച്ചു വരാം കേട്ടോ. തലേ ദിവസം കുറച്ച് മുട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടയൊക്കെ സായിക്കുട്ടിനോട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. രാവിലെ ഞാൻ തേങ്ങാപ്പാലും പിന്നെ നമ്മൾ കൈപ്പത്തിരി ഉണ്ടാക്കാനാണല്ലോ ഉദ്ദേശിച്ചത്. അതിൻ്റെ മാവൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. ഇന്നുമോൾക്ക് എക്സാമിന് തിരക്കായ കാരണം കൊണ്ട് ഇന്നുമോൾ ഇന്ന് കിച്ചണിലേക്കൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ മോൾ കോളേജിലേക്ക് പോകുന്ന ദിവസങ്ങളിൽ ഞാൻ കിച്ചണിലുള്ള ജോലി ചെയ്യിപ്പിക്കാറുണ്ടോ. ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുക. അപ്പോൾ നമ്മളെ മാവൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. കൈകൊണ്ട് പ്രത്യേകം കിട്ടൂല ഈ പറഞ്ഞ കൈകൊണ്ട് കുഴച്ചാൽ കിട്ടൂല. കിട്ടുമൊരു കിട്ടോ, എനിക്കെന്താണ് കൈകൊണ്ട് കുഴച്ചാൽ ഇത്രയും സ്മൂത്തായ മാവ് കിട്ടൂല കേട്ടോ. ഇപ്പോൾ നമ്മൾ പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. സാധാരണ കൈപ്പത്തിരി നമ്മൾ ഉണ്ടാക്കുക ഇങ്ങനെ കൈ കൊണ്ട് പരത്തിയിട്ടല്ലേ, ഞാൻ പ്രസ്സിൽ വെച്ച് പരത്തിയിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഫുഡ് പ്രോസസ്സർ നമ്മൾ മിക്സി കിടന്നിട്ടാണ് നമ്മൾ വാങ്ങിച്ചതെന്ന് പറഞ്ഞല്ലോ.
എന്ന പോലെ നമ്മളെ വീട്ടിലത്തെ ഒരു സാധനം കൂടി കേടുവന്നു കേട്ടോ. ഇത് കുറച്ച് ദിവസമായി കേട് വന്നിട്ട്. ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഇൻവെർട്ടറും ഇങ്ങനെ കേട് വന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് നമ്മൾ ഇൻവെർട്ടർ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ഞാൻ അന്നത്തെ ഒരു വീഡിയോയിൽ ഇത് ചേർത്തിക്കണമെന്ന് തോന്നുന്നു. കാരണം ഇൻവെർട്ടർ കൊടുന്നപ്പോഴേ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തപ്പോൾ അതിൻ്റെ ഒരു സംഭവം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വിളക്ക് ചേർത്തിട്ടായിരുന്നു അന്ന് നമ്മളിവിടെ വന്നിരുന്ന സമയത്ത് ഇത് ഉപയോഗിച്ച് കൊണ്ടിരുന്നു കേട്ടോ. കണ്ടോ, ഈ ഒരു സംഭവം പൊട്ടിയിട്ടായിരുന്നു അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുന്നത്. അപ്പോൾ നമ്മൾ അത് വിളക്ക് ചേർത്തത് വീണ്ടും കേടുവന്നു. അപ്പോൾ ഇനി ഇൻവെർട്ടർ മാറ്റല്ലാതെ വേറെ നിവർത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇൻവെർട്ടർ മാറ്റി. ഞാൻ വലിയ കയ്യിൽ കുറേ പൈസ ഒന്നും ഇല്ലാത്തൊരു സമയത്താണ് കേട്ടോ ഇൻവെർട്ടർ കേടുവന്നേ. പക്ഷേ ഇപ്പോൾ കാണിച്ചില്ല, ഈ പയ്യനെ നിങ്ങൾ പല പല വീഡിയോകളിൽ എൻ്റെ കണ്ടിട്ടുണ്ടാവും. അവന് തന്നെയാണ് എനിക്ക് ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തരാറ്. അപ്പോൾ അവന് ഒരു 2 പ്രാവശ്യമായിട്ട് അടച്ചു കൊടുത്താൽ മതി എന്നുള്ള രീതിക്കാണ് കേട്ടോ നമുക്ക് ഇൻവെർട്ടർ ഇതിൻ്റെ ബാറ്ററി വെച്ച് തന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച സാധിച്ചിട്ട് ആ പൈസ ഒക്കെ ഞാൻ കൊടുത്ത് തീർത്തു. അപ്പോൾ നമ്മൾ ഇൻവെർട്ടറും അങ്ങനെ കേട് വന്നു എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ എന്തെല്ലാം വീട്ടിൽ കേട് വന്നു, മിക്സി കേട് വന്നു, വാഷിംഗ് മെഷീൻ കേട് വന്നു, ഇൻവെർട്ടർ കേട് വന്നു. ഇത് 3ഉം നമ്മൾ റീപ്ലേസ് ചെയ്തു കേട്ടോ. പഠിച്ചോനെ ഇനി ഒന്നും റീപ്ലേസ് ചെയ്യേണ്ട ഗതികേട് വരില്ല എന്നാണ് പ്രാർത്ഥന. അപ്പോൾ രാവിലെ നമ്മൾ സായിക്കുട്ടി ഞാൻ ഇങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവന് അത് അവിടെ നിന്നിട്ട് തന്നെ കഴിച്ചിട്ട് അവൻ്റെ സ്കൂളിലേക്ക് പോകാനുള്ള സെറ്റപ്പുകൾ ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ രാവിലെ എൻ്റെ മോന് ഭക്ഷണം കഴിച്ച പാത്രവും ഗ്ലാസ്സും ഒക്കെ വൃത്തിയായിട്ട് അത് കഴുകി വെക്കുകയും ചെയ്യും. അവന് അവിടെ നമ്മൾ ഭക്ഷണം കഴിച്ച ഭാഗത്ത് എന്തെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പെറുക്കി വൃത്തിയാക്കുകയും ചെയ്യും കേട്ടോ. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, പല അമ്മമാരും ഇങ്ങനെ ചില വീഡിയോകളിൽ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ട്, എന്തിനാണ് ആ കുട്ടനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അവന് 10 വയസ്സാണ്. ഈ ഡിസംബർ വരുമ്പോൾ അവന് 11 വയസ്സ് തികയും. ഈ 11 വയസ്സിലും ഞാൻ അവൻ്റെ പിന്നാലെ നടന്നിട്ട് ഈ വക കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ പറയുക. നമ്മൾ ചൊട്ടയിൽ തന്നെ നമ്മളെല്ലാതും കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്ത് പിന്നാലെ നടന്നിട്ടുണ്ടെങ്കിൽ അവരൊരു സമയം കഴിയുമ്പോൾ നമ്മളൊരു ഭാഗത്ത് എവിടെയെങ്കിലും വീണ് കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാനല്ല, അവർ തന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പെട്ടുപോകും. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ കൊണ്ടൊരു പ്ലാവില പോലും മറിച്ചിടിപ്പിക്കാതെ അങ്ങനെ നോക്കിയിട്ടല്ല നമ്മൾ ശരിക്കും കുട്ടികളെ വളർത്തുന്നത്. കുട്ടികൾ എന്തിനാണോ അയക്കണത് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് തന്നെ വളർത്തണം എന്നുള്ളതാണ് കേട്ടോ. അത് എൻ്റെ കൺസെപ്റ്റും അങ്ങനെ തന്നെയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയും അങ്ങനെ തന്നെയാണ് പറഞ്ഞു തരാം. പ്ലാവിലെടുക്കാൻ പ്രായമായ കുട്ടികളെ കൊണ്ട് പ്ലാവില എടുപ്പിക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ അവരെ ഓവർ കെയർ ചെയ്ത് അവർക്ക് എല്ലാതും ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അത് സ്നേഹം എന്നല്ല അതിന് പറയാം. അത് ഒരു തരം മക്കളെ വഴിതെറ്റിക്കൽ എന്നാണ് അതിന് കറക്റ്റായിട്ട് അതിൻ്റെ ഇത് അതാണ്, വഴിതെറ്റിക്കുക എന്നുള്ളതാണ്. നമ്മൾ മക്കൾക്ക് നടക്കാൻ പഠിപ്പിച്ചു കൊടുക്കും, ഇരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കും, ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചു കൊടുക്കും, അല്ലേ? ഇതൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ലോകത്തൊരു കുട്ടി എന്തൊക്കെ ജീവിക്കുമ്പോൾ എന്തൊക്കെ കുട്ടിക്ക് അറിഞ്ഞിരിക്കണം, ഇതെല്ലാം നമ്മൾ അവരെ പഠിപ്പിച്ചിരിക്കുക തന്നെ വേണം. അല്ലാണ്ട് അവർക്ക് അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് മക്കളെ ദുശീലം പഠിപ്പിക്കുക അല്ല ചെയ്യേണ്ടത്. അത് ഭാവിയിൽ അവർക്കും നമുക്കും ദോഷമായിരിക്കും. അങ്ങനെ ദോഷങ്ങൾ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മക്കളെ കൊണ്ടെങ്കിലും ബുദ്ധിമുട്ട് വരരുതെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഇപ്പം തന്നെ ശീലിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നുമോളും കൂടി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെയാണല്ലോ ഓരോ സംഭവത്തിന്റെ വരവ്. അപ്പോൾ ഇന്ന് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. സായിക്കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ എന്നും ഓരോ സംഭവം. അവർക്ക് തലവേദന ഉണ്ട്, പനിയുണ്ട്, തലകറക്കം പലതും. ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പ്രശ്നമായി കാണിക്കടാ കണ്ടോ. ഇതാണ് ലെവന്റെ പ്രശ്നം. ഇത് ഫുട്ബോൾ കളിച്ചപ്പോ ഏതോ ഒരു കുട്ടിന്റെ നഖം നല്ല അത്യാവശ്യം നന്നായിട്ട് കൊണ്ടുവന്നാണ് പറയണത്. അപ്പൊ ഇത് TT അടിക്കാൻ വേണ്ടി നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കോട്ട പെരുന്തമണ്ണ ചായ എടുത്താളാ കണ്ടാളാണെങ്കിൽ ഷാള് മേച്ചാണില്ലേ. ഇത് അമ്മക്ക് പേറ്റുന്നവ പറയുമ്പോ മറ്റേ അമ്മക്ക് പേറ്റുന്നവ കൈപ്പിയലും അറിയില്ലേ, ആ സ്റ്റേജ് ചെക്കൻ ടീറ്റടിക്കാൻ പോകുമ്പോഴാ ഷാള് മേച്ചാക്കാൻ നടക്കണത്. നടക്ക വേണ്ട അങ്ങോട്ട് എന്നാലും അന്റെ ചെക്കനെ കണ്ടോ കിട്ടിയ സാധനം എടുത്ത് പോന്നിക്കണു. എങ്ങട്ടാ പോണ്?
വീഡിയോൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന കാരണം കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നത്, ഇനി അനുഭവിച്ചോ എന്നുള്ളതൊക്കെ ഈ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ കുറേ കാലമായിട്ട് ഒരു 4-5 വർഷത്തിനും അധികമായിട്ട് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പൈസ കൊണ്ടാണെങ്കിലും ശരി, ഒരു ഹോസ്പിറ്റലിലേക്ക് പോകലാണെങ്കിലും ശരി, ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒറ്റയ്ക്കായപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് എനിക്കിതിൽ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടോ ഒരു പേടിയോ ടെൻഷനോ ഒന്നും ഇല്ല കേട്ടോ. ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ ആൾക്കാരുള്ളവർക്ക് ഇത് കാണുമ്പോൾ പഠിച്ചവനെ ഇവരിത് എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യുന്നത് എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരിക്കാം. എനിക്ക് അമ്മാതിരി ഒരു ടെൻഷനും ഇല്ല കേട്ടോ. 10 വയസ്സിൻ്റെ താഴെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞതല്ലേ, ഇവനിക്ക് എൻ്റെ വയസ്സ് 10 വയസ്സാണ്. ശരിക്കും ഡിസംബറിലെ 11 വയസ്സാവാം. പക്ഷെ എനിക്ക് 10 വയസ്സെന്ന് പറയാൻ പറ്റില്ല. ഈ കുട്ടിക്ക് ഇത് അറിയില്ല. 15, 14, 10 വയസ്സിൻ്റെയൊക്കെ താഴെ കുട്ടികൾക്ക് ഓപ്പൺ ടിക്കറ്റ് പൈസ വേണ്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അറിയോ? അനക്ക് 14 വയസ്സാണെങ്കിൽ 10 വയസ്സെന്ന് പറഞ്ഞു നോക്കാണ്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുമ്പോഴേതാ ഇതുപോലത്തെ ഓരോ ഫ്ലെക്സുകളൊക്കെ ഉണ്ടാവില്ലേ, ഇത് വായിക്കുമ്പോൾ നമുക്ക് കുറേ അറിവുകൾ കിട്ടും കേട്ടോ. അറിവുകൾ മാത്രമല്ല, കുറച്ച് പേടിയും കിട്ടും. എനിക്ക് അസുഖം ഉണ്ടോ ഇതുണ്ടോ അങ്ങനെയൊക്കെ തോന്നൂലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? എനിക്ക് അങ്ങനെ എന്തായാലും തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നീണ്ട ക്യൂ എല്ലാം നിന്ന് അവസാനം ഡോക്ടറെ അടുത്ത് എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവനക്ക് TT അല്ല അടിക്കേണ്ടത്, ഇവൻ 5 വയസ്സിലത്തെ കുത്തിവെപ്പ് എടുത്തിട്ടില്ല കേട്ടോ. ആരെങ്കിലും 5 വയസ്സിൻ്റെ 10 വയസ്സിൻ്റെ ഒന്ന് കുത്തിവെപ്പ് കുട്ടികൾക്ക് എടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അതൊക്കെ ഒന്ന് എടുത്തോളൂ കേട്ടോ. നമ്മൾ അത്രയും നേരം നിന്നിട്ട് അവനോട് 5 വയസ്സിൻ്റെ കുത്തിവെപ്പ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. TT അല്ല എടുക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ തിങ്കൾ, വെള്ളി സംതിങ് അങ്ങനെ ഏതൊക്കെ ദിവസങ്ങളിലാണ് കുത്തിവെപ്പ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ ദിവസം വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോയി. നമുക്കിന്ന് എന്താണ്? ബ്രോസ്റ്റ്. ഹോസ്പിറ്റലിൽ കുറേ നേരം ക്യൂ ഒക്കെ നിന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രോസ്റ്റ് വാങ്ങിച്ച് കഴിക്കാം മമ്മ എന്ന് ഇന്നുമോള് പറഞ്ഞപ്പോൾ ഓക്കെ നമുക്ക് ബ്രോസ്റ്റ് വാങ്ങിച്ച് കഴിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ കുട്ടികളെ കൂടെ കൂടിയിട്ട് എനിക്കും ബ്രോസ്റ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യം ഞാനങ്ങനെ കഴിക്കില്ല എന്നുള്ളതൊന്നുമല്ല, പക്ഷെ ഭയങ്കര ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട് ബ്രോസ്റ്റൊക്കെ കഴിക്കണം എന്നുള്ളത്. ഇനിയിപ്പോൾ ഇങ്ങനെ ചില കമൻറ്റുകൾ വരും, ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി അധിക കാലം പോകില്ല എന്നുള്ളത് കേട്ടോ. ഈ വണ്ടി വെറുതെ അങ്ങോട്ട് പോയാൽ മതിയോ? നമുക്ക് കുറച്ച് സന്തോഷത്തോടെ പോകണ്ടേ? സന്തോഷത്തോടെ പോകണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു ബ്രോസ്റ്റൊക്കെ കഴിക്കണമെന്നേ. പഠിച്ചോ സഹായിച്ചിട്ട് അതിന് ഉള്ള വരുമാനം നമ്മൾ ജോലി ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അഭിഷാദ് ഗുരുവായൂർ പറഞ്ഞ പോലെ നമ്മൾ ഒതുങ്ങി ജീവിക്കാനല്ല, നമുക്ക് ജീവിക്കാനുള്ള വരുമാനം നമ്മൾ എങ്ങനെ ഉണ്ടാക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്കിത് ഇങ്ങനെ നല്ലപോലെ ജീവിക്കാനുള്ള ഭാഗ്യം പഠിച്ചോന്ന് തരട്ടെ. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം കേട്ടോ. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ഞാൻ പെട്ടെന്ന് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഓക്കെ, ബൈ.